സൈബർ ആക്രമണത്തിനിരയായ CPM നേതാവ് KJ ഷൈന്റെ പരാതിയിൽ ആലുവ സൈബർ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. പ്രാദേശിക കോൺഗ്രസ് നേതാവ് ഗോപാലകൃഷ്ണനും KM ഷാജഹാനുമാണ് പ്രതികൾ. പറവൂരിലെ വീട്ടിലെത്തി പോലീസ് ഷൈനിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നു. നമുക്ക് രാഗിലേക്ക് എത്താം. അതിനു മുൻപ് ഷൈനിന്റെ പ്രതികരണത്തിലേക്ക്. ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ആ പ്രസ്ഥാനത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവരുടെ പോസ്റ്റുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതവർ അറിയാതിരിക്കില്ല. ആ ഒരു ബോധ്യമാണ് എനിക്കുള്ളത്. അല്ല, ഒരു സ്ത്രീയെ കുറിച്ച് പറയുമ്പോൾ ഒരു പുരുഷനപ്പുറത്ത് വേണമല്ലോ, എന്നല്ലാണ്ട് അതിനൊരു പൊടിപ്പും തൊങ്ങലൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതത്രേ കാണുന്നുള്ളൂ. അദ്ദേഹമായിട്ട് സംസാരിക്കും, ഇനിയും സംസാരിക്കും, എന്നും സംസാരിക്കാറുണ്ട്, ഇതിനുശേഷവും സംസാരിച്ചു. നമുക്ക് കിട്ടാവുന്ന എല്ലാ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളും അതിൻ്റെ സൈറ്റും ഒക്കെ നമുക്ക് കിട്ടാവുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. ഒരു കള്ളത്തരം ചെയ്യപ്പെട്ട ഒരു വ്യക്തിനെ പിടിക്കപ്പെട്ടാൽ അയാൾ പല കാര്യങ്ങളും പറയും. അത് നിയമപരമായി അന്വേഷിച്ച് ചോദ്യം ചെയ്ത് കണ്ടെത്തേണ്ട കാര്യമാണ്. ഇതിൻ്റെ പിന്നാലെ പോകാൻ പറ്റുന്നതൊക്കെ പോകും. പിന്നാലെ എന്തൊക്കെ എനിക്ക് ഇന്ത്യൻ ഭരണഘടനയും നിയമവും അനുശാസിക്കുന്ന എന്തെല്ലാം കാര്യങ്ങൾ ഒരു വ്യക്തി, ഒരു സിറ്റിസൺ എന്നുള്ള നിലയ്ക്ക് എനിക്കുണ്ടോ അതൊക്കെ ഞാൻ ഉപയോഗിക്കും. സൈബർ ഇടത്തിലെ ആക്രമണവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വാഭാവികമായും ഫേസ്ബുക്കിലും അതുപോലെ തന്നെ യൂട്യൂബിലും ഒക്കെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന പോസ്റ്റുകളുടെ URL നമ്പർ ഉൾപ്പെടെയുള്ളവയാണ് നമ്മൾ കൈമാറുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന പരമാവധി നമ്മൾ കളക്ട് ചെയ്തിരിക്കുന്ന രേഖകളാണ് ഇപ്പോൾ പോലീസിന് കൈമാറുന്നത്. എന്തായാലും നാട്ടിൽ കോൺഗ്രസുമായി ബന്ധമുള്ള വ്യക്തികളാണ് ഇതിന് കൂടുതലും ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റുകളൊക്കെ ഷെയർ ചെയ്തിരിക്കുന്നത്. സൈബർ സെല്ലിൽ കേസ് കൊടുക്കൂ, വനിതാ കമ്മീഷൻ കേസ് കൊടുത്തു. ഇന്നലെ രാത്രി തന്നെ അതിലിടപെടുകയും നമ്മുടെ ആവശ്യമായ വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. നിക്ഷേപം നിലക്ക് പരമാവധി ശിക്ഷ വാങ്ങിക്കൊടുക്കുകയും നമ്മൾ അടുത്ത ഘട്ടം നിലക്ക് മാനാഷ്ട്രത്തിന് കേസ് കൊടുക്കുകയും ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്. രാഗിൻ വാർത്തയുടെ വിശദാംശങ്ങളുമായിട്ടുണ്ട്. രാഗിൻ, ഇതിന് ഏതറ്റം വരെ പോകേണ്ടതുണ്ടോ ആ അറ്റം വരെ ഞാൻ പോകുമെന്നുള്ളതാണ് KJ ഷൈൻ പറയുന്നത്. അത് കുറേ കാര്യങ്ങളിൽ, അതായത് സ്ത്രീകൾക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലേക്ക് കടന്നു കയറിക്കൊണ്ട് നടത്തുന്ന ഈ സൈബർ ആക്രമണങ്ങൾക്കൊക്കെയുള്ള, അത്തരത്തിൽ നടത്തുന്നവർക്കൊക്കെയുള്ള മറുപടി കൂടിയാണ്. ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് ഏതൊക്കെ വകുപ്പുകൾ ചുമത്തിയാണ്? സമൂഹ മാധ്യമങ്ങളിൽ സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന വകുപ്പ് ചുമത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ IT ആക്ട് സെക്ഷൻ 67 ചുമത്തിയിട്ടുണ്ട്. കേരള പോലീസ് ആക്ടിലെ 120, അതും KP ആക്ടിലെ 120 ചുമത്തിയിരിക്കുകയാണ്. ഇതിൽ 2 പേരെയാണ് പ്രധാനമായും പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഒന്ന് KM ഷാജഹാനാണ്, മറ്റൊന്ന് ഗോപാലകൃഷ്ണനാണ്. അവിടുത്തെ പ്രാദേശിക കോൺഗ്രസ് നേതാവാണ് ഈ ഗോപാലകൃഷ്ണൻ എന്നതാണ് വ്യക്തമാകുന്നത്. അതോടൊപ്പം തന്നെ KJ ഷൈന്റെ മൊഴി വിശദമായി തന്നെ പോലീസ് സംഘം രേഖപ്പെടുത്തുകയും ചെയ്തു. ഇതോടൊപ്പം KJ ഷൈൻ ഉൾപ്പെടെ ഈ ചില ഫേസ്ബുക്ക് ഹാൻഡിലുകളുടെ അടക്കം വിശദാംശങ്ങൾ, ഈ പല തലത്തിൽ വന്ന വിശദാംശങ്ങളടക്കം കൈമാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അവരുൾപ്പെടെയുള്ളവർ ഇതിന്റെ ഭാഗമായി തന്നെ പ്രതികളാവുകയും അത്തരത്തിൽ നടപടികളിലേക്ക് വരികയും ചെയ്യും. എന്തായാലും ഇപ്പോൾ ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് അല്ലെങ്കിൽ ഇതിൽ പ്രാഥമികമായി FIR-ന്റെ അടിസ്ഥാനത്തിൽ എടുത്തിരിക്കുന്ന നടപടിക്രമങ്ങളുടെ വിശദാംശങ്ങളാണിത്. നേരത്തെ KJ ഷൈൻ മുഖ്യമന്ത്രിക്കും DGP-ക്കും അതോടൊപ്പം തന്നെ വനിതാ കമ്മീഷനും പരാതി നൽകിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ആലുവ റൂറൽ പോലീസാണ് FIR ഇട്ടിരിക്കുന്നത്. FIR ഇട്ടതോടൊപ്പം തന്നെ അവരുടെ വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തി. ഏകദേശം ഒരു 2.5-3 മണിക്കൂർ നീണ്ടുനിന്ന മൊഴി രേഖപ്പെടുത്തലാണ് നടന്നത്. അതിൽ കൂടുതൽ വിശദാംശങ്ങൾ ഉൾപ്പെടെ നൽകിയിട്ടുണ്ട് എന്നതാണ് വ്യക്തമാകുന്നത്. അതായത് ഇത്തരത്തിൽ അപകീർത്തികരമായിട്ടുള്ള രീതിയിൽ അപവാദ പ്രചരണം ആണ് ആ തരത്തിൽ പല ഇടങ്ങളിലും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലടക്കം നടന്നിരിക്കുന്നത്. അതിന്റെ വിശദാംശങ്ങൾ, അത്തരം ലിങ്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അവർ പോലീസിന് കൈമാറിയിട്ടുണ്ട്. എന്തായാലും പ്രാഥമികമായി പോലീസിന് കിട്ടിയ ആ ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് KM ഷാജഹാനെയും അതോടൊപ്പം തന്നെ ഗോപാലകൃഷ്ണനെയും പ്രതി ചേർത്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ കൈമാറിയിട്ടുള്ള ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അല്ലെങ്കിൽ അത്തരം ചില ലിങ്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ചും അന്വേഷണം ഉണ്ടാകും. എന്തായാലും വിശദമായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസ് വരും മണിക്കൂറുകളിലും വരും ദിവസങ്ങളിലുമായും തുടർ നടപടികളിലേക്ക് പോകും. അതിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന സൂചനകളും ഈ ഘട്ടത്തിൽ വരികയാണ്. ശരി, രാഗിനാണ് വിവരങ്ങൾ നൽകിയത്.